ഹല്ലേലൂയ. സന്തോഷമുള്ള ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുക്കുക. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമുള്ള നാമം ഈ അനുഗ്രഹിക്കപ്പെട്ട ഉപവാസ പ്രാർത്ഥനയുടെ 5-ാം രാത്രിയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസ്നേഹത്താലും ക്രിസ്തുയേശുവിലുള്ള കൂട്ടായ്മയിലും നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഒരു പ്രാവശ്യം കൂടെ കൂടി വരുവാനും മുഖാമുഖം കണ്ട് കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ആമേൻ കർത്താവിൽ നിന്ന് കേൾക്കുവാനും ഒക്കെ ദൈവം ഒരുക്കുന്ന നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വേദിയിലായിരിക്കുന്ന ഏറ്റവും ആദരണീയരായ അഭിഷിക്തദാസന്മാർ, ദൈവമക്കൾ എല്ലാവർക്കും ക്രിസ്തുയേശുവിലുള്ള സന്ധ്യാവന്ദനങ്ങളെ ഈ സമയം അറിയിക്കുന്നു. ഇന്ന് രാത്രിയിൽ നമ്മുടെ കർത്താവ് നമ്മളോട് ആഴമായി സംസാരിക്കേണ്ടതിന് ആമേൻ നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. ആമേൻ വചനത്താൽ നമ്മൾ പണിയപ്പെടുന്നത് സ്തോത്രം, അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ദൈവത്തിൻ്റെ സ്നേഹം നാം അളക്കേണ്ടുന്നത് എൻ്റെ കർത്താവ് എന്നെ സ്നേഹിക്കുന്നു എന്ന് നാം അളക്കേണ്ടുന്നത് ഏതിനാലാണ്? ദൈവം നൽകുന്ന ദാനങ്ങളിലല്ല, ദൈവം നൽകുന്ന ഈ ലോകത്തിലെ ഭൗതിക അനുഗ്രഹങ്ങളിലല്ല, മറിച്ച് ആമേൻ തൻ്റെ തിരുവെഴുത്തുകളുടെ പൊരുളുകളെ തിരിച്ച് അവൻ നമ്മോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കണം, എൻ്റെ കർത്താവിനോട് ആഴമായി സ്നേഹിക്കുന്നു. തൻ്റെ ഹൃദയ രഹസ്യം നമ്മളോട് പങ്കുവെക്കുമ്പോഴാണ് അവൻ്റെ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കേണ്ടുന്നത്. ഞാൻ ഈ ദിവസങ്ങളിൽ ഒരു കാര്യം വളരെ വ്യക്തമായി പറയാം. നമ്മളെല്ലാവരും ദൈവവചനം കേൾക്കുകയും വിശേഷാൽ ദൈവസഭ ദൈവവചനത്തിന് വളരെ ഊന്നൽ കൊടുക്കുമ്പോൾ ഒരു കാര്യം വളരെ യാഥാർത്ഥ്യമാണ്. അധികം പ്രാപിക്കുന്നവർ അധികം കടപ്പെട്ടിരിക്കുന്നു. ദൈവം സ്നേഹിച്ചു, എന്നോട് സംസാരിച്ചു എന്നെല്ലാം പറയുമ്പോഴും അധികം പ്രാപിക്കേണ്ടി വരുമ്പോൾ, ദൈവം സംസാരിച്ചതിൽ സന്തോഷിക്കുമ്പോൾ തന്നെ അതിലൊരു ഭയമുണ്ടാകണം. നമ്മൾ അധിക ഉത്തരവാദിത്ത ബോധത്തോടെ ഉണർന്ന് പ്രവർത്തിക്കേണ്ടവരാണ്. അധികം പ്രാപിച്ചവനോടാണ് കർത്താവ് അധികം ചോദിക്കുന്നത്. കർത്താവിൻ്റെ മുമ്പിൽ നമ്മുടെ കരങ്ങൾ ബലപ്പെട്ടിരിക്കണം. ഈ നിരന്തരം നടക്കുന്ന വചന കേൾവികൾ കേവലം നമ്മളും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഇടങ്ങളിൽ അനുഗ്രഹങ്ങൾ മാത്രമായി മാറി ഒടുവിൽ അത് ന്യായവിധിയായി തീരാതെ ഇഹത്തിലും പരത്തിലും ദൈവപ്രസാദത്തിന് കാരണമായി തീരേണ്ടതിന് നമ്മുടെ ഹൃദയങ്ങളെ ഏൽപ്പിക്കണം. ഒരു നിമിഷം കൊണ്ട് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. എല്ലാവരുടെയും ഹൃദയങ്ങൾ ഏകാഗ്രമാകട്ടെ. എല്ലാ വായുകളും തുറന്ന് ശാന്തന വർബ സിയാൽ ഖാനാദര. ഇന്ന് രാത്രിയിലും നമ്മളോട് സംസാരിക്കുന്ന ദൈവകൃപയ്ക്കായി, ദൈവം നമ്മളോട് ആഴമായി ഇടപെടേണ്ടതിനായി ഒരു നിമിഷം ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ച് എല്ലാ അധരങ്ങളും തുറന്ന് ഹല്ലേലൂയ. വചനമാകുന്ന നല്ല വിത്തുകൾ വീഴുവാൻ പാകത്തിന് ഒരുങ്ങിയ നിലമായി നമ്മുടെ ഹൃദയങ്ങൾ മാറട്ടെ. ഹല്ലേലൂയ. പോഷിപ്പിക്കാം പഥ്യവചനമാം ക്ഷീരത്താലെന്നെ പോഷിപ്പിക്കാം പഥ്യവചനമാം ക്ഷീരത്താലെന്നെ നിർമ്മലത്തോയം നിത്യം കുടിപ്പിച്ചു. നിർമ്മലത്തോയം നിത്യം കുടിപ്പിച്ചു. പച്ചപ്പുൽശയ്യയിൽ കിടത്തിടുന്നോനെ, പച്ചപ്പുൽശയ്യയിൽ കിടത്തിടുന്നോനെ, തേടി വന്നോ ദോഷിയാമെന്നെയും നാഥ, തേടി വന്നോ ദോഷിയാമെന്നെയും നാഥ. ഓ ഇത്രമാം സ്നേഹം ഉയർകൊടുത്തെനിക്കായി, ഇത്രമാം സ്നേഹം ഉയർകൊടുത്തെനിക്കായി, മന്നവനിപ്പാലെഴുതല്ല എനിക്ക്, മന്നവനിപ്പാലെഴുതല്ല എനിക്ക്, തേടി വന്നോ ദോഷിയാമെന്നെയും
ഒക്കെയും നാഥാ. യേശുവിൽ കൂടി ഞങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല രാത്രിക്ക് ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടെ നന്ദി പറയുന്ന പച്ചാ. തിരുശബ്ദത്തിന് മുമ്പാകെ ഞങ്ങൾ ഒരുമിച്ച് കർത്താവേ അങ്ങയുടെ ശബ്ദത്തെ കേൾക്കേണ്ടതിന് പ്രാർത്ഥനയോടടുത്ത് വരുന്നു. അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. ഈ 5-ാം രാത്രിയിലും ജനത്തോട് ഇടപെടണമേ. കഴിഞ്ഞ 4 രാത്രികളിൽ സംസാരിച്ചു കൊണ്ടിരുന്ന അങ്ങയുടെ മഹാദൈ രാത്രിയിലും ഞങ്ങളെ അറിയിക്കണമേ. പൊരുളുകളെ തിരിച്ചു നൽകണമേ. തൻ്റെ ജനത്തോടങ്ങ് ആഴമായി സംസാരിക്കണമേ. അങ്ങെന്താഗ്രഹിക്കുന്നു അതായി തീരുവാൻ അടിയങ്ങളെല്ലാവരെയും സമ്പൂർണമായി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. ക്രൂശിൻ്റെ മറവിൽ മറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എഫെസ്യർ ലേഖനം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. മതി. വളരെ പരിചയമുള്ള ഒരു ഭാഗമാണ് വായിച്ചു കേട്ടത്. എഫെസ്യർ ലേഖനം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം. ഇതൊരു വലിയ പ്രാർത്ഥനാ വാചകമാണ്. പൗലോസിന്റെ വിഭിന്നങ്ങളായ പ്രാർത്ഥനകൾ ലേഖനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എഴുതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. ചെറിയ പ്രാർത്ഥനകളും വലിയ പ്രാർത്ഥനകളൊക്കെ. ഇവിടെ നാം കണ്ട പ്രാർത്ഥന വാസ്തവത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ച ആത്മനിറവ് സംബന്ധിച്ച കുറിവാക്യം പോലെ തന്നെ ഒരൊറ്റ വാക്യത്തിൽ ഇതിന് ഫുൾ സ്റ്റോപ്പ് ഇല്ല. താഴേക്ക് വായിച്ചു വരണം. അമ്മേൻ 19 വരെയെങ്കിലും ആ വാക്യം വായിച്ചെങ്കിൽ അത് പൂർണ്ണമാകുകയുള്ളൂ. ഇതൊരു പ്രാർത്ഥനാ വാചകമാണ്. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥനയിൽ പൗലോസിന്റെ പ്രാർത്ഥനയുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത പറഞ്ഞ് നമുക്ക് ഈ തിരുവെഴുത്തിലേക്ക് കടന്നു വരാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പരാമർശിച്ചാൽ മതിയായിരുന്നു. നമ്മളങ്ങനല്ലേ? ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രാർത്ഥിച്ചോളാം അല്ലേ, പ്രാർത്ഥനയിൽ വഹിക്കുന്നുണ്ട്. ചിലർ സത്യസന്ധമായി പറയും എപ്പോഴും ഇല്ല, ഓർക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചോളാം. ചിലർ ഇച്ചിരൂടെ കടന്നു പറയാറുണ്ട് തീർച്ചയായും പ്രാർത്ഥിക്കാമെന്ന്. അത് ഇച്ചിരി സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഒരു വേള പോലും പ്രാർത്ഥിക്കില്ല എന്നതിൻ്റെ ഒരു തുറന്ന സമ്മതമാണ് തീർച്ചയായും ഞാൻ പ്രാർത്ഥിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. എങ്കിലും ഇവിടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി. താൻ എന്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചോ, താൻ എന്ത് ജനത്തിനു വേണ്ടി അഭയാചന കഴിച്ചോ, അത് അടുത്ത തലമുറ വായിച്ചറിയാൻ പാകത്തിന് അത് എഴുത്തുകളായി മാറി. സ്തോത്രം. അതാണ് മൂല്യമുള്ള പ്രാർത്ഥനയുടെ പ്രത്യേകത. എന്തോ എങ്ങനെയോ വാക്കുകൾ വന്ന വഴിക്ക് എഴുതി വിട്ട് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുകയല്ല. താൻ അഭയാചന കഴിച്ചത്, ഉള്ളുരുകി ജനത്തിനു വേണ്ടി ദൈവത്തോട് കഴിച്ച പ്രാർത്ഥന അടുത്തൊരു സമൂഹത്തിന് മാത്രമല്ല, ഇന്ന് രാത്രിയിലും ഒരു പ്രസംഗ വിഷയമാകത്തക്ക വണ്ണം അത് മനോഹരമായ മൂല്യമുള്ള എഴുത്തുകളായി മാറി. സ്തോത്രം. നമ്മുടെ പ്രാർത്ഥനകളിലേക്ക് ഒരു നിമിഷം ഒന്ന് സ്വയപരിശോധന ചെയ്യണം. നമ്മളുടെ പ്രാർത്ഥനയിൽ അടുത്ത തലമുറയ്ക്ക് പങ്കുവയ്ക്കാനുള്ള എന്ത് പാഠമാണുള്ളത്? രഹസ്യ പ്രാർത്ഥനയാകട്ടെ, പരസ്യ പ്രാർത്ഥനയാകട്ടെ, കൂട്ടായ്മകളിലെ പ്രാർത്ഥനകളാകട്ടെ, അടുത്തൊരു തലമുറ ഓർത്തിരിക്കാൻ പാകത്തിനുള്ള മൂല്യമുള്ള വെളിപ്പാടുകളായി നമ്മളുടെ പ്രാർത്ഥനകൾ മാറണം. വിശുദ്ധ വേദപുസ്തകത്തിൽ ഭക്തന്മാരുടെ പ്രാർത്ഥനകളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ, സ്തോത്രം, നിങ്ങൾ നോക്കൂ, ഏതൊരു ഭക്തന്റെ പ്രാർത്ഥനയും നമുക്ക് കടമെടുത്ത് പ്രാർത്ഥിക്കാം. അബ്രഹാമിന്റെ പ്രാർത്ഥനയെങ്കിലും, ഇയ്യോബിന്റെ പ്രാർത്ഥനയെങ്കിലും, മോശയുടെ പ്രാർത്ഥനയെങ്കിലും, പൗലോസിന്റെ പ്രാർത്ഥനയെങ്കിലും, തിരുവെഴുത്തിൽ വളരെ ഗൗരവമായി രേഖപ്പെടുത്തിയിട്ടുള്ള പല പ്രാർത്ഥനകളും നമ്മൾ കടമെടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. സ്തോത്രം. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ പ്രാർത്ഥന ഏതാണ് അടുത്തൊരു തലമുറയ്ക്ക്
എൻ്റെ പ്രാർത്ഥന എൻ്റെ കുഞ്ഞിന് കടമെടുത്ത് പ്രാർത്ഥിക്കാൻ കൊള്ളാമെന്ന് പറയുന്ന ഏത് മേഖലയുള്ളേ? ഒന്ന് സ്വയപരിശോധന ചെയ്യണം. നമ്മുടെ പ്രാർത്ഥനകൾ പലതും നമ്മുടെ സ്വാർത്ഥതകളുടെ അതിനെ വെട്ടിപ്പിടിക്കാനുള്ള വലിയ യുദ്ധക്കളങ്ങളായി മാറുമ്പോൾ, ഞാൻ പറയട്ടെ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, നമ്മളുടെ പ്രാർത്ഥനകൾ അടുത്തൊരു തലമുറ ഓർത്തിരിക്കാൻ പാകത്തിന്, ഇന്നത്തെ പ്രാർത്ഥനകളൊന്നും അടുത്ത കുഞ്ഞുങ്ങൾക്ക് അനുകരിക്കാൻ പോലും കൊള്ളില്ല. വെറും സ്വാർത്ഥതകളും ശത്രു സംഹാര ശബ്ദങ്ങളും പകയും പിണക്കവും ഒക്കെ നിറഞ്ഞ, വെറും സ്വാർത്ഥതകളാൽ കുത്തി നിറച്ച വെറും വചനങ്ങൾ മാത്രമായി മാറുമ്പോൾ, ഇന്ന് രാത്രി സഭയെ പ്രബോധിപ്പിക്കുന്നു, മൂല്യമുള്ള പ്രാർത്ഥനകൾ നമ്മുടെ അധരങ്ങളിൽ നിന്ന് പുറത്തു വരട്ടെ. അടുത്തൊരു കാലം ഓർക്കണം, ഇതെൻ്റെ സഭ പ്രാർത്ഥിച്ചിരുന്നു. ഈ മുൻനിരയിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ ഓർക്കണം, ഇതെൻ്റെ അപ്പൻ്റെ പ്രാർത്ഥനയായിരുന്നു, ഇതെൻ്റെ അമ്മ കരഞ്ഞിരുന്നു. അത് വലിയ വീട് കാണുമ്പോഴോ വലിയ ജോലി കാണുമ്പോഴോ ഇതിനേക്കാൾ വലിയ വിദേശ രാജ്യങ്ങൾ കൈയടക്കുമ്പോഴോ അല്ല, ദൈവനീതികളെ ദർശിച്ച് ആത്മീയതയുടെ പാഠങ്ങളെ മനസ്സിലാകത്തക്കവണ്ണം മൂല്യമുള്ള വെളിപ്പാടുകളായി നമ്മളുടെ പ്രാർത്ഥനകൾ മാറണം. സ്തോത്രം. നമ്മുടെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കണം, പക്ഷേ ആത്മീയ ദർശനങ്ങളുള്ള, ആത്മഭാരമുള്ള പ്രാർത്ഥനകൾ നമ്മിൽ നിന്ന് പുറത്തു വരണം. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ഒന്ന് ക്രമപ്പെടുത്തേണ്ടുന്നത് അത്യന്താപേക്ഷിതമാണ്. പ്രാർത്ഥന എന്ന് തന്നെ ഒരു വിഷയം നമ്മൾ മറ്റൊരവസരത്തിൽ, കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ ഈ പ്രാർത്ഥനയിൽ, ഈ ഉപവാസത്തിൽ പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തെ ദീർഘമായി ആമുഖത്തിൽ പറയുന്നില്ല. നമ്മൾ കഴിഞ്ഞ രാത്രി വരെ ധ്യാനിച്ചത് ആത്മനിറവ് എന്നതിൻ്റെ വിവിധ തലങ്ങളാണ്. അതിൻ്റെ മറ്റൊരു ഭാഗത്തേക്കാണ് ഇന്ന് രാത്രി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നത്. ഇവിടെ വളരെ ഗൗരവമായ പ്രാർത്ഥനാ വാചകമാണ്. പാസ് വിശ്വാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആമേൻ. എന്ത് പ്രാർത്ഥിക്കുന്നു? നിങ്ങൾ അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. ജനത്തിൻ്റെ പോരായ്മ, ജനത്തിൻ്റെ അവസ്ഥ എന്താണെന്നറിഞ്ഞ് താൻ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. സ്വതന്ത്രം. ഇത് താൻ പ്രാർത്ഥിച്ചു, താൻ എഴുതി, താൻ അത് പ്രസംഗിക്കുകയും ചെയ്യും. ഞാനൊരു കാര്യം ദൈവമക്കളോട് പറയാം. നമ്മുടെ ജീവിതവുമായി പുലബന്ധമില്ലാത്ത, നമ്മുടെ ജീവിതവുമായി ബന്ധമില്ലാത്തതൊന്നും ഉപദേശങ്ങളായി മാറില്ല കേട്ടോ. മറ്റൊരുത്തിനോട് പറയുമ്പോൾ അത് നമ്മുടെ ജീവിതം, എന്ത് പ്രസംഗിച്ചോ അത് പ്രാർത്ഥിച്ചിരിക്കണം, എന്ത് പ്രാർത്ഥിച്ചിരിക്കുന്നോ അത് ജീവിച്ചിരിക്കണം. ഇത് മൂന്നും കണക്റ്റഡ് ആണ്. എന്ത് പ്രസംഗിക്കുന്നോ അത് പ്രാർത്ഥിച്ചിരിക്കണം. പ്രാർത്ഥനയിൽ വഹിക്കാത്തവരൊന്നും അതിൻ്റെ ഫലത്തിലേക്ക് എത്തില്ല. പ്രസംഗ വിഷയം തയ്യാറാക്കുമ്പോഴുള്ള പ്രാർത്ഥനയല്ല, അതിനപ്പുറം പ്രസംഗാനന്തരം ഒരു നൊമ്പരം വഹിക്കണം. സ്വതന്ത്രം. ഹല്ലേലൂയ. മാത്രമല്ല, അത് പ്രസംഗവും വേദിയും മാത്രമായി തീരുകയല്ല. നമ്മൾ എന്തെല്ലാം പ്രസംഗിച്ചോ അതെല്ലാം ജീവിതത്തിലൂടെ പ്രതിഫലിക്കണം. സ്തോത്രം. ഞാൻ ആ ഭാഗമെല്ലാം വിടുകയാണ്. നമുക്ക് സാവകാശം തുടങ്ങാം. വളരെ ഇന്ന് രാത്രിയിലും കർത്താവ് നമ്മൾ ആഴമായി സംസാരിക്കേണ്ടതുണ്ട്. ഇവിടുത്തെ ഗൗരവമായ പ്രബോധനം ഇതാണ്: നിങ്ങൾ അവൻ്റെ ആത്മാവിനാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. ഞാനും ബഹുമാന്യനായ നമ്മുടെ കോശിപ്പാസ്റ്ററും കൂടെ മീറ്റിങ്ങിന് ഒരു 15 മിനിറ്റ് മുമ്പ് ഗൂഢാലോചന നടത്തി സംസാരിച്ച് ആലോചിച്ച് ഉറപ്പിച്ചല്ല ഇങ്ങോട്ട് വരുന്നത്. അദ്ദേഹത്തിൻ്റെ മുഖവുര, ആമുഖ പദങ്ങൾ, ഞങ്ങൾ ഇവിടെ വരുമ്പോൾ ഉള്ള കൈ കൊടുക്കുക മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാൻ എന്താഗ്രഹിച്ചാണോ സന്ദേശം ഒരുക്കിയാണോ വരുന്നത്, അതിനൊരു കവാടം തുറന്നിട്ടുകൊണ്ടായിരിക്കും ദൈവദാസൻ ആമുഖത്തിൽ സംസാരിക്കുന്നത്. ഇന്നത്തെ ആ സന്ദേശത്തെക്കാൾ ഉപരി തൻ്റെ ദാസൻ പാടിയ പാട്ടുകൾ എൻ്റെ മെസ്സേജിലേക്കുള്ള ഒരു പ്രധാന വാതില തന്നെയായിരുന്നു. സ്തോത്രം. ഒന്നും ദൈവം അറിയാതെ സംഭവിക്കുന്നില്ല. ആമേൻ. ഞാൻ അതിലേക്ക് വരാം. ഇവിടെ നമുക്ക് പ്രസംഗം പതി സാവകാശം തുടങ്ങാമല്ലോ. മനുഷ്യ ശരീരത്തെ നമുക്ക് മൂന്നായി തിരിക്കാം. ഏതൊക്കെയാണ്? ശുശ്രൂഷകന്മാരുടെ ജനം മാത്രം മറുപടി പറയണം. ശബ്ദം ഉയർത്തി നിങ്ങൾ മറുപടി പറഞ്ഞാട്ടെ. മനുഷ്യ ശരീരത്തെ, ഒരാത്മീയനെ നമുക്ക് എന്ത് ചെയ്യാം? ഒരാത്മീയനെ നമുക്ക് മൂന്നായി തിരിക്കാം.
നിങ്ങൾക്കും കൂടെ ഒരു അവസരം തരികയാണ്. നിങ്ങൾ മൗനമായി എത്ര സമയം ഇരിക്കുമ്പോൾ അത് ബോറാകത്തില്ലേ? മറുപടി പറഞ്ഞാട്ടെ. ഇവിടെ ഒരാൾ പറഞ്ഞു, പോയി. നമ്മളിപ്പോൾ പാടി നിർത്തിയതേ ഉള്ള ഓർഡർ അല്ല. നമുക്കൊരു തീരുമാനത്തിലെത്താം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് 9 മണി വരെ സ്വതന്ത്രം. ഇപ്പം നമ്മൾ പാടി അവസാനിപ്പിച്ചതേ ഉള്ളൂ. ആത്മാവും പ്രാണനും ദേഹവും. നമുക്ക് വഴങ്ങി കിടക്കുന്ന ഏതെന്നറിയാമോ? ദേഹം ദേഹി. കാരണം നമുക്ക് മെയിൻ ദേഹമാണ്, ആത്മാവ് ലാസ്റ്റാ. നമ്മുടെ ഓർഡർ ദേഹം ദേഹി ആത്മാവാ. അങ്ങനെ പാട്ടുമുണ്ട്, അത് പറയാൻ തന്നെ ഒരു താളമുണ്ട്, ഒരു ഈണമുണ്ട്, ഒരു പാട്ടുണ്ട്. ദേഹം ദേഹി ആത്മാവിൽ സ്വത്രം. പക്ഷെ ഈ ആത്മാവും പ്രാണനും ദേഹവും എന്ന ക്രമത്തിലെ പാട്ടുകളൊക്കെ പഴയ പാട്ടുകളാണ്. ഇപ്പോഴത്തെ പാട്ടുകളുടെ ക്രമം ദേഹം ദേഹി. ഞാൻ ഈ ദേഹം ദേഹി ആത്മാവിനെ, അല്ലെങ്കിൽ ആത്മാവ് പ്രാണൻ, 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിലാണ് അത് കിടക്കുന്നത്. 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായം 23-ാമത്തെ വാക്യം. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും. ഈ ദേഹം ദേഹി ആത്മാവ് എന്നൊരു ക്രമം ഇല്ല. അത് ആത്മീയന്റെ ക്രമമല്ല, അനാത്മീയന്റെ ക്രമമാണ്. സ്തോത്രം, ഹല്ലേലൂയ. ദേഹം ദേഹി ആത്മാവ്, അല്ലെങ്കിൽ ആത്മാവ് പ്രാണൻ ദേഹം. നമുക്ക് ഇതിനൊരു സൂത്രവാക്യമാക്കാം. ബൈബിള് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ആത്മാവ് പ്രാണൻ ദേഹം എന്ന ക്രമത്തിലാണ്. ബൈബിളിലെ പാട്ടുകൾ ആത്മാവ് പ്രാണൻ ദേഹം എന്ന ക്രമത്തിലാണ്. ബൈബിളിലെ പ്രാർത്ഥനകൾ ആത്മാവ് പ്രാണൻ ദേഹം എന്ന ക്രമത്തിലാണ്. ആത്മാവിന് തൂക്കം കൊടുക്കുകയും 1-ാം സ്ഥാനം കൊടുക്കുകയും ദേഹത്തിന് ഒടുവിലത്തെ സ്ഥാനം കൊടുക്കുകയും ചെയ്യുന്നു. അതാണ് ബൈബിളിന്റെ തത്വം. സ്വത്രം. ബൈബിളിലെ പ്രവചനങ്ങൾ ആത്മാവ് പ്രാണൻ ദേഹം എന്ന ക്രമത്തിലാണ്. എന്നാൽ നമ്മുടെ പ്രവചനങ്ങൾ ദേഹം ദേഹി. ദേഹത്തിനുള്ളത് പറയുന്നു, മഴ പറയുന്നു, മുടന്ന് പറയുന്നു, വീട്ടിലെ പ്ലാസ്റ്റിക് കസേര പറയുന്നു. ഹലോ, എന്നോട് പോകണ്ട നിങ്ങൾ സോദരൻ. ഞാൻ നിങ്ങളെല്ലാം വരാൻ ലേറ്റായപ്പോൾ ദൈവമേ എന്തോ പറ്റി, വിഷമമായോ ഇന്നലെ? ഹല്ലേലൂയ. ഇല്ല, കർത്താവ് ആഗ്രഹിച്ചവരെല്ലാം വന്നിട്ടുണ്ട്. ഇവിടെ മനുഷ്യനല്ലല്ലോ, ദൈവാത്മാവല്ലേ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. സോദരൻ, ഇപ്പം പ്ലാസ്റ്റിക് കസേര വെളിപ്പെടുന്നുണ്ട്. അത് തന്ത്രമാണ്, സൂത്രമാണെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഞാൻ പറയുന്നത് തന്ത്രോ സൂത്രം മാത്രമല്ല, ഒരു വിധത്തിൽ അത് പൈശാചിക നിയന്ത്രണം തന്നെയാണ്. ആമേൻ. തന്ത്രങ്ങൾ ഉണ്ടാവാം, സൂത്രങ്ങൾ. പ്ലാസ്റ്റിക് കസേര വെളിപ്പെടുന്നു, മുഴ വെളിപ്പെടുന്നു, മുടന്ന് വെളിപ്പെടുന്നു, രോഗം വെളിപ്പെടുന്നു, അലമാരിലെ അടിത്തട്ടിലെ സർട്ടിഫിക്കറ്റ് വെളിപ്പെടുന്നു. പക്ഷെ ആത്മാവിനെ സ്പർശിക്കുന്ന, അകത്തെ മനുഷ്യരിലേക്ക് എത്തുന്ന പ്രവചനങ്ങൾ ഇന്ന് അന്യമാണ്. ഇന്നത്തെ ആത്മതലം മുഴുവനും ദേഹം ദേഹി ആത്മാവെന്ന ആ സംവിധാനത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പ്രവചനത്തെ വീണ്ടും വിരോധമായി പറയുകയല്ല, എന്നാൽ ബൈബിളിന് വിരോധമുള്ളതിനെ വിരോധിക്കുക തന്നെ വേണം. ദൈവമക്കളെ, ഞാൻ ഒരു കാര്യം പറയും, കറക്റ്റ് പറയുന്നു എന്നതിലല്ല നിങ്ങൾ ആനന്ദിക്കേണ്ടത്. പാസ്റ്റർ എന്നാന്ന് പറഞ്ഞാലും പുള്ളി പറയുന്നത് കറക്റ്റ് ആണല്ലോ. നമ്മൾ ദൂതുകളുടെ കൃത്യതയിലല്ല അതിനെ വിലയിരുത്തേണ്ടത്, അതിന്റെ ഉറവിടത്തിലാണ്. ആമേൻ. അടിസ്ഥാനം ദൈവത്തിൽ നിന്ന് വന്നതറിയണം, തിരുവഴുത്തിൽ നിന്ന്, തിരുവഴുത്ത് ആധാരമാക്കിയാണ് എന്നറിയണം. ആമേൻ, ഹല്ലേലൂയ. നമുക്കിപ്പോൾ എന്താ, നമുക്ക് നമ്മുടേതായ ചില നാടൻ പ്രയോഗങ്ങളുണ്ടല്ലോ. പുള്ളിയുടെ ദൂത് പച്ചിലയും കത്രികയും പോലെ, പുള്ളി അച്ചിട്ട അല്ലേ. ഞാൻ ഇവിടം വരെ എത്തിയതിൻ്റെ പിന്നിൽ പുള്ളിയാ പറഞ്ഞേ. നെഹമ്യാവിനോട് ദൂത് പറയുന്നുണ്ട് 6-ാം അധ്യായത്തിൽ. നെഹമ്യാവിന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ ദൂത് പറയുന്നുണ്ട്. 10 മുതലുള്ള വാക്യങ്ങളാണ്, 10-11 മുതലുള്ള വാക്യങ്ങളിൽ.
ഒന്ന് വേഗത്തിൽ വായിച്ചാണ്. നെഹമ്യാവിന്റെ പുസ്തകം 6-ാം അധ്യായം 11 മുതലുള്ള വാക്യം വായിച്ചു. 10 കേട്ട് മുകളിൽ തൊട്ട് വായിച്ചു. 10 മുതലുള്ള വാക്യം. ഇവിടെ ദൂത് പറയുകയാണ് നെഹമ്യാവിനോട്, നമുക്കൊന്നിച്ച് മന്ദിരത്തിൽ കയറാം, വാതിലടയ്ക്കാം, നിന്നെ കൊല്ലുവാൻ വരുന്നുണ്ട്, ഈ രാത്രിയിൽ അവൻ വരും. അപ്പോൾ ഇത്രയും പറഞ്ഞു. നെഹമ്യാവ് നമ്മൾ നോക്കുമ്പോൾ എന്തുണ്ട്, ഒരു ദൂതിന്റെ എല്ലാ കണ്ടന്റും അതിനകത്തുണ്ട്. പോരാട്ടമുണ്ട്, വെല്ലുവിളിയുണ്ട്, മന്ദിരമുണ്ട്, അല്ലേ? കറക്റ്റ് കാര്യമാണ് പറയുന്നത്, ഒരു വ്യത്യാസമില്ല. നമ്മളവിടെ ഫ്ലാറ്റ് ആവും, അല്ലേ? ഞാൻ ഇന്ന് പോകുന്ന കറക്റ്റ് കാര്യമാണ് പുള്ളി പറഞ്ഞേക്കുന്നേ. പക്ഷെ നെഹമ്യാവ് പറഞ്ഞു, ആമേൻ, എന്നെ പോലൊരുത്തൻ ഓടിപ്പോകുമോ? തൊട്ട് താഴത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്, ഇവനെ ദൈവം അയച്ചിട്ടില്ലെന്ന്. കറക്റ്റ് ദൂതിന് ആമേൻ പറഞ്ഞ് അതിനു മുമ്പിൽ വീഴുകയല്ല, അതിനെ വിവേചിച്ചിട്ട് പറയുകയാണ്, നിന്നെ ദൈവം അയച്ചിട്ടില്ല. സൻബല്ലത്തും തോബിയാവും കൂലി കൊടുത്തിട്ടാ നീ ഇത് വന്ന് പറയുന്നതെന്ന്. കൃത്യതയല്ല നിങ്ങളെ ബാധിക്കേണ്ടുന്നത്, ഉറവിടമാണ്. രോഗം പറയുന്നത് കൊണ്ടോ മുഴ പറയുന്നത് കൊണ്ടോ മുടന്തു പറയുന്നതിന്റെ മുമ്പിലൊന്നും ചെന്ന് വീണ് കൊടുക്കരുത്. ആമേൻ. നമ്മളെ രൂപാന്തരപ്പെടുത്താത്തതൊന്നും, നമ്മുടെ ആത്മതലങ്ങളിലേക്ക് എത്തിച്ചേരാത്തതൊന്നും ദൈവത്തിൽ നിന്നുള്ളതല്ല. ദൈവത്തിൽ നിന്നുള്ളതും അല്ലാത്തതിനെയും വിവേചിച്ചറിയാനുള്ള ഒരാത്മ കണ്ണ് എനിക്കും നിങ്ങൾക്കും ഉണ്ടായിരിക്കണം. സ്തോത്രം പറഞ്ഞാട്ടെ. ഞാൻ പ്രവചനത്തെ വിരോധിക്കുകയല്ല. നമ്മുടെ വിഷയങ്ങളെ, നമ്മുടെ വേദനകളെ ദൈവാത്മാവ് ചൂണ്ടി സംസാരിക്കും. പക്ഷേ അതല്ല ആധാരം, അതല്ല പ്രധാന വിഷയം. അതെല്ലാം നമ്മുടെ അകത്തെ മനുഷ്യനെ പണിതിരിക്കണം. സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ നോക്കണം, ഇവിടെ ദൂതിന്റെ കൃത്യതയല്ല, ദേഹത്തെ പറയുമ്പോഴല്ല, നമ്മുടെ ചുറ്റുപാടുകളെ പറയുമ്പോഴല്ല നമ്മൾ ആവേശം കൊള്ളുന്നത്, അകത്തെ മനുഷ്യനെ സ്പർശിക്കണം. ആമേൻ. ചേർന്നൊരു ആമേൻ പറയാമോ? ഇന്നലത്തെ പോലെ കൂടുതൽ ആമേൻ പറയിപ്പിക്കേണ്ടി വരുമോ? ഇല്ല. സ്തോത്രം. നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോകണം. അമ്മേ, ഞങ്ങളുടെ അവിടെയാണ് ഇടയ്ക്ക് ബോലോ ഈശോ മസീഹി, അങ്ങനെയൊക്കെ വെച്ചാണ് ഇങ്ങനെ ഓളം വെച്ച് വേണം പോ, എല്ലാവരും ഇറങ്ങിപ്പോയി കളയും. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ കേൾക്കണം ദൈവമക്കളെ. അപ്പോൾ ഇന്നത്തെ പ്രവചനങ്ങളാൽ ദേഹം, ദേഹി, ആത്മാവ് എന്ന ക്രമത്തില്ല. പക്ഷെ ബൈബിളിന്റെ ക്രമം ആത്മാവ്, പ്രാണൻ, ദേഹമാണ്. പണ്ടത്തെ പാട്ടുകൾ നമ്മളെല്ലാം പാടാറുണ്ട്. രോഗമെന്നെ പിടിച്ചൻ, ദേഹം ക്ഷയിച്ചാലുമൻ, വേഗം വരുമൻ നാഥൻ, ദേഹം പുതുതാക്കിട. പക്ഷെ ഇന്ന് മാറി, അല്ലേ? വെട്ടിപ്പിടിക്കണം, വരുന്നുണ്ട്, അത്ഭുതം വരുന്നുണ്ട്, ചാടി പിടിക്കണം, കലിച്ചോണ്ടാ ചില പാട്ടുകളൊക്കെ പാടുന്നത്. ഞാൻ പാട്ടുകളെ വിരോധിക്കുകയല്ല. എങ്കിലൊരു കാര്യം പറയാം, എല്ലാ പാട്ടൊന്നും പാടാൻ നമുക്ക് അനുവാദം ഇല്ല. എല്ലാ പാട്ടിനും താളം വെക്കാൻ നമുക്ക് അനുവാദം. പാട്ടാകണമെങ്കിൽ 3 കാര്യം ഒത്താൽ മതി. സാധാരണക്കാരന് കല എന്ന നിലയിൽ പാട്ടാണെങ്കിൽ 3 കാര്യം ഒത്താൽ മതി. ഏതൊക്കെയാ? ശ്രുതി, ലയം, താളം. ശ്രുതി, ലയം, താളം ഒത്തു വരുമ്പോൾ പാട്ടാകും. പക്ഷെ ആത്മീയന്റെ പാട്ടിന് 4 കാര്യം ഒക്കണം. ശ്രുതി, ലയം, താളം ഒക്കുന്ന എല്ലാം പാടി കസർക്കാൻ നമുക്ക് അനുവാദം ഇല്ല. ചട്ട ഒക്കണം. തിരുവെടുത്ത് പറയുന്നുണ്ട്, ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ട എൻ്റെ കീർത്തനമാണെന്ന്. അല്പവും കൂടെ നല്ല ഭാഷ കിടക്കുന്നത്, നിന്റെ ചട്ടം എൻ്റെ കീർത്തനത്തിന്റെ തീമാണെന്ന്. ചട്ടം തീമാകാത്തതൊന്നും പാടാൻ നമുക്ക് അനുവാദമില്ല. സ്തോത്രം. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാൽ. ശ്രുതി ഒത്തതോ, ആരാധനയ്ക്ക് ഒത്തതോ, അല്ല സ്പീഡ് കൊള്ളാന്നോർത്തോ,
അതിൻ്റെ ഓർക്കസ്ട്രേഷൻ നല്ലതാണെന്നോർത്തൊന്നും പാടാൻ നമുക്ക് അനുവാദമില്ല. പ്രമാണം ഒക്കണം. ഒക്കെ ഞാൻ ആ ഭാഗം വിടുകയാണ്. ഇന്നത്തെ എല്ലാം ഒരു വിധത്തിൽ, എല്ലാവരെയും അല്ല, ഓരോ വിധത്തിൽ ഒരു സമൂഹം മുഴുവനും ഈ ഒഴുക്കിലാ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പാട്ടാണെങ്കിലും പ്രവചനമാണെങ്കിലും പ്രസംഗമാണെങ്കിലും പ്രാർത്ഥനയാണെങ്കിലും ദേഹം ദേഹി ആത്മാവെന്ന ക്രമത്തിലേക്ക് പോകുമ്പോൾ ഇന്ന് രാത്രി ഞാൻ ദൈവമക്കളോട് പറയുന്നു, മാനുഷിക സമ്പ്രദായത്തിൽ നിന്ന് നമുക്ക് തിരികെ ബൈബിളിന്റെ ക്രമത്തിലേക്ക് വരാം. നമ്മുടെ കാഴ്ചപ്പാടുകൾ ദേഹം ദേഹി ആത്മാവ് എന്നത് ഉടച്ചിട്ട് ആത്മാവ് പ്രാണൻ ദേഹം എന്നതിലേക്ക് വരാം. പുറത്തുനിന്ന് അകത്തേക്കല്ല, അകത്തുനിന്ന് പുറത്തേക്കാണ്. ഹല്ലേലൂയ. നമുക്ക് പലപ്പോഴും നമ്മൾ ആരാധനയ്ക്ക് എപ്പോഴെത്തുന്നത്? ബോഡി ഓക്കെ ആണല്ലോ നമ്മൾ ആരാധിക്കുന്നല്ലേ. ശരീരം ഓക്കെ ആണെങ്കിൽ, തലവേദന ഒന്നും ഇല്ലെങ്കിൽ, ചിലരുണ്ട് സൺഡേ രാവിലെ എഴുന്നേറ്റ് ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്ത് കളയും. ഒറ്റ ഇരിപ്പിൽ ചെറിയൊരു തലവേദന ഉണ്ടെങ്കിൽ അന്നേരം എന്ത് ചെയ്യും? ആരാധന മുടക്കിക്കളയും. സ്തോത്രം. ശരീരം ബലം. പക്ഷെ യേശുവിന്റെ കാലത്ത് അങ്ങനെയല്ലായിരുന്നു. നടക്കാൻ വയ്യ, കട്ടിലോടെ പൊക്കിക്കൊണ്ട് വരിക അല്ലേ. അയ്യോ അവിടെ ഫുൾ ആളായി, നമുക്ക് തിരിച്ചു വിട്ടേക്കാം, നാളെ കാണാൻ നോക്കാന്നല്ല. സൗഖ്യം കൊണ്ടേ പോത്തുള്ളൂ. നേരെ കയറുക, മേൽക്കൂര പൊളിക്കുക, ഇറങ്ങുക, സൗഖ്യം പ്രാപിച്ചു പോവുക. പനിയാണ്, വരാൻ പറ്റില്ലെന്ന് പറയുമ്പോൾ അന്നേരം പറഞ്ഞേക്കണം, എന്നാൽ ഒരു കാര്യം ചെയ്യാൻ 4 പേരെ അങ്ങോട്ട് വിടാം, അവര് കട്ടിലോടെ പൊക്കിക്കൊണ്ട് വന്നോളൂ. അല്ല ഇന്നത്തെ ആരാധന അങ്ങോട്ടാക്കുക എന്ന് പറഞ്ഞാൽ മതി, പെട്ടെന്ന് സൗഖ്യം വന്നോളൂ. ആരോഗ്യമുള്ളവരും ബലമുള്ളവരും സന്തോഷം എല്ലാവരും അങ്ങനെയുള്ള ആരോഗ്യ ദൃഢഗാത്രരെല്ലാം കൂടെ ഒരു വിടുന്ന സ്ഥലമല്ല ആരാധന. നമ്മേൻ വയ്യെങ്കിലും ഇനി പോന്നോണം, സുഖമില്ലെങ്കിലും ഇങ്ങനെ പോന്നോണം, എഴുന്നേറ്റ് നിൽക്കാൻ ത്രാണി ഉണ്ടേ വന്നോണം, നടക്കാൻ വയ്യെങ്കിലും വന്നോണം. തിരികെ മടങ്ങുന്നത് സൗഖ്യത്തോടു കൂടെ ആയിരിക്കാം. ഹല്ലേലൂയ. നമ്മളെപ്പോഴും നമ്മുടെ ഈ ശരീരത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആത്മീയ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ദൈവമക്കളോട് പറയുന്നു, നമ്മൾ നമ്മുടെ ശരീരത്തെ ആശ്രയിച്ചല്ല ആത്മീയ ജീവിതം നയിക്കേണ്ടുന്നത്. ആമേൻ. നമ്മളെന്ന വ്യക്തിയുടെ ഏതോ ഒരു സൈഡ് മാത്രമല്ല ആത്മീയത, അത് മെയിനാണ്. ആമേൻ. നമ്മൾ ഇന്നത്തെ ആത്മീയത ഈ കലണ്ടർ വൈസ് ആണ്. കലണ്ടർ വൈസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ വെള്ളിയാഴ്ച നമ്മുടെ നാട്ടിലെ രീതി വെച്ച് പറയാം, അല്ലെ ഇവിടുത്തെ രീതി വെച്ച് പറയാം. സൺഡേ ടു സാറ്റർഡേ പിടിക്കാമല്ലേ. നിങ്ങൾക്ക് ആദ്യം സാറ്റർഡേ ആണ്, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത്. സാറ്റർഡേ ടു തേഴ്സ്ഡേ വരെ ഡേറ്റുകൾക്ക് ഒരു കളറ്, വെള്ളിയാഴ്ച വേറൊരു കളറ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ തിങ്കൾ മുതൽ ശനി വരെ ഡേറ്റുകൾക്ക് ഒരു കളറ്, സൺഡേക്ക് വേറൊരു കളർ. നമ്മൾ വേണ്ട അങ്ങനെയൊക്കെ തന്നെ. നിങ്ങളെ ഞായറാഴ്ച കാണുന്ന ഷേപ്പല്ല തിങ്കളാഴ്ച കാണുമ്പം. തിങ്കൾ മുതൽ വെള്ളി വരെ നമ്മളെ കാണുന്നത് അടിപൊളിയായിരിക്കും. പക്ഷെ ഞായറാഴ്ച നമുക്ക് വേറൊരു ഷേപ്പാണ് അല്ലേ, ഒരു വല്ലാത്തൊരു മങ്ങലും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല, അന്ന് തിരുവത്താഴം കൊണ്ട് പിന്നെ പറയുകയും വേണ്ട. നമ്മൾ നാളെ ഞായറാഴ്ചയാണെന്ന് ശനിയാഴ്ച രാത്രില്ല ടെൻഷൻ അടിക്കുന്നത്. അങ്ങനെ ടെൻഷൻ അടിക്കുന്ന പാസ്റ്റർമാരെയും കണ്ടിട്ടുണ്ട്. സ്തോത്രം. നാളെ ഞായറാഴ്ച കർത്താവ് വന്നില്ലേ, അടുത്ത ആഴ്ച വീണ്ടും ഒരാഴ്ച ഉണ്ടല്ലോ എന്നുള്ള ബോധം ഉണ്ടല്ലോ. സ്തോത്രം. ആമേൻ. എന്നോടൊപ്പം നിങ്ങൾ? ആമേൻ. അപ്പോൾ നമ്മൾ നാളെയാണ് ആരാധന. നാളെ ഞായറാഴ്ച. അന്ന് രാവിലെ എഴുന്നേക്കും നമ്മൾ എല്ലാ ദിവസവും വർത്താനം പറയുന്നവർ അന്ന് സംസാരിക്കില്ല. എന്നും TV ഓൺ ചെയ്യുന്നവർ അന്ന് രാവിലെ ഓൺ ചെയ്യില്ല. നമ്മൾ ആ ഒരു ദിവസത്തെ മാത്രം കേന്ദ്രീകരിച്ച്, അതും ആ 1 മണി വരെ, അല്ലെ 7-9 മണി വരെ. അത് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ആ നോർമലായിട്ടുള്ള സാധാരണ ജീവിതത്തിലേക്ക് വരുന്ന ജോലി, സാലറി, അധ്വാനം, ബിസിനസ്, പരിപാടി എല്ലാം ആയിട്ട് പോകുന്നു. ദൈവമക്കളെ, നമ്മളുടെ ഒരു സാധാരണ ജീവിതത്തിന്റെ ഒരു സൈഡ് അല്ല ആത്മീയത. അത് മെയിനാണ്. അതിന് 1-ാം സ്ഥാനം തന്നെ നൽകേണ്ടുന്നത് അത്യന്താപേക്ഷിതമാണ്. നമുക്ക് ഈ ശരീരത്തെ ഒന്ന് വകതിരിച്ച് പഠിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ അകത്തെ മനുഷ്യനെയും പുറത്തെ മനുഷ്യനെയും, നിങ്ങളുടെ പഴയ മനുഷ്യനെയും പുതിയ മനുഷ്യനെയും തമ്മിലുള്ള ആത്മീയ കാഴ്ചപ്പാട്, തിരുവഴുത്തിൻ്റെ സത്യങ്ങൾ നാം അറിഞ്ഞിരിക്കണം.
അകത്തെ മനുഷ്യനെയും പുറത്തെ മനുഷ്യനെയും വകതിരിച്ച് കാണാനുള്ള ഒരു കാഴ്ചപ്പാടുണ്ടായിരിക്കണം. നിങ്ങൾക്ക് വിശപ്പുള്ളതുപോലെ തന്നെ, നിങ്ങൾക്ക് ആഗ്രഹങ്ങളുള്ളതുപോലെ തന്നെ, നിങ്ങളുടെ ശരീരത്തിന് വെള്ളം ആവശ്യമുള്ളതുപോലെ തന്നെ, ഭക്ഷണം ആവശ്യമുള്ളതുപോലെ തന്നെ, നിങ്ങളുടെ ശരീരത്തിന് ഘടനയുള്ളതുപോലെ തന്നെ നിങ്ങളുടെ അകത്തെ മനുഷ്യനൊരു ഘടനയുണ്ട്. അതിന് വിചാരങ്ങളുണ്ട്, അതിന് വിശപ്പുണ്ട്, അതിന് ദാഹമുണ്ട്, അതിന് ആഗ്രഹങ്ങളുണ്ട്. ആമേൻ. പക്ഷെ അതിൻ്റെ ഘടനയെ നമ്മൾ എന്ത് ചെയ്യാറില്ല? പലപ്പോഴും തിരിച്ചറിയാറില്ല. ആമേൻ. ഒരു സൈഡായിട്ട് മാത്രമാണ് പലപ്പോഴും അകത്തെ മനുഷ്യനെ നമ്മൾ കാണുന്നത്. ഞാനൊന്നുകൂടെ പറയാം. പുറത്തുനിന്ന് അകത്തേക്കല്ല, അകത്തുനിന്ന് പുറത്തേക്കാണ് ആത്മീയ ജീവിതം നയിക്കേണ്ടുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഈ പുറമേയുള്ള ശരീരത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ഇന്ന് രാത്രി ഈ സന്ദേശത്തിന്റെ ആദ്യ ഭാഗം എന്ന നിലയിൽ നമ്മുടെ ഈ ശരീരത്തിലേക്ക് ഒന്ന് ശ്രദ്ധ കൊണ്ടുവരാം. നമുക്കൊരു വാക്യം വായിച്ച് മുന്നോട്ട് തുടരാം. കൊരിന്ത്യർ ലേഖനത്തിലേക്ക് വരാം. 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം 16-ാമത്തെ വാക്യം. 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം 16-ാമത്തെ വാക്യം. പൗലോസിന്റെ അതിമഹത്തായ പ്രസ്താവനയാണ്. ഏതാണ്? ഞങ്ങൾ അധൈര്യപ്പെടാതെ, അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെട്ടു പോകാതെ, ഞങ്ങളുടെ പുറമേ ഉള്ളവൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ ശക്തിപ്പെടും. ഇത് ഞാനോ നിങ്ങളോ നമ്മളാരെങ്കിലും പറയുകയാണ് എന്താ പറയുന്നത്? നമുക്ക് പുറമേ ഒരു കുഴപ്പവും, പുറമേ ഇങ്ങനെ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുന്നു, പക്ഷെ അകത്തെ മനുഷ്യൻ വളരെ കഷ്ടതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പുറത്തെ മനുഷ്യൻ, ഈ ബോഡിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊന്ന് ധ്യാനിച്ച് മുന്നോട്ട് പോകാം. അകത്തെ മനുഷ്യനും അതിൻ്റെ അവസ്ഥ, അതിൻ്റെ ആളത്വമൊക്കെ നമുക്ക് നാളെ കർത്താവിൻ്റെ ഓരോ താമസം നമുക്ക് സംസാരിക്കാം. അടുത്ത രാത്രിയിൽ ആ ഭാഗത്തെ വിശദീകരിക്കാം. ഈ ശരീരത്തെ പ്രതി എന്ത് ചെയ്യരുത്? നിങ്ങൾ തളരാൻ പാടില്ല. ആമേൻ. ഇത് നമുക്ക് ഇമ്പോർട്ടന്റ് അല്ല, ഇത് നമുക്ക് ഇമ്പോർട്ടന്റ് അല്ല. സ്തോത്രം. ഇതിനെ പ്രതി നമ്മൾ ആശങ്കപ്പെടരുത്. ഇവിടെ വളരെ വ്യക്തമായി പറയുന്നു, ആമേൻ, പുറമെയുള്ളവൻ ക്ഷയിച്ചാലും എന്ന വാക്ക് നല്ല ഭാഷ പറഞ്ഞാൽ അത് ക്രമേണ അശക്തനായിക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ. ഈ ബോഡി എന്തുകൊണ്ടിരിക്കുക? ക്രമേണ ബലഹീനപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ. ഇത് ക്രമേണ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. റോമാലേഖനത്തിൽ വാക്ക് പറയുന്നുണ്ട്, ബോഡിയെ കുറിച്ച് പറയുന്നുണ്ട്. അത് മറ്റൊരു അടിസ്ഥാനം, മറ്റൊരു പാഠത്തെയാണ് വിരൽ ചൂണ്ടുന്നതെങ്കിലും നമ്മുടെ ശരീരത്തിൻ്റെയും നമ്മുടെ സൃഷ്ടിയുടെ അവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട്. ആമേൻ. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 19-20 വാക്യങ്ങളിൽ നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, വായിച്ചാട്ടെ. ആമേൻ. ഇവിടെ വാസ്തവത്തിൽ ഈ ഇവിടുത്തെ അടിസ്ഥാനപ്പെട്ട ഉപദേശം, ഇവിടുത്തെ പാഠമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ വരവിനെ കുറിച്ച്, ആമേൻ, അല്ലെങ്കിൽ ആ വെളിപ്പെടാനുള്ള തേജസ്സിനെ കുറിച്ചൊക്കെ വളരെ ഗൗരവമായി ഓർമ്മപ്പെടുത്തുന്നൊരു ഭാഗമാണ്. എന്നാൽ ഇവിടെ നമ്മുടെ ശരീരത്തെക്കുറിച്ച് വളരെ ഗൗരവമായൊരു പ്രസ്താവന നടത്തുന്നു. ഞാൻ ആ വാക്ക് മാത്രം കടമെടുത്ത് ആ വാക്യം വിടുകയാണ്. കാരണം ഇവിടെ നമ്മൾ നിന്ന് ഈ വാക്യത്തെ ഗൗരവമായി വിശദീകരിച്ചാൽ ഇത് മറ്റൊരു ധ്വനിയിലേക്ക് സന്ദേശം വഴിമാറേണ്ടി വരും. ഞാൻ ആ ഭാഗത്ത് നിന്ന് എന്താണ് എൻ്റെയും നിങ്ങളുടെയും ഈ ശരീരത്തിൻ്റെ അവസ്ഥ സത്യം അറിയാമെങ്കിലും നമ്മളത് മറന്നുകൊണ്ടിരിക്കുന്നു, അതൊന്ന് ഓർമ്മപ്പെടുത്തി അടുത്ത ഭാഗത്തേക്ക് വരികയാണ്. ഈ ഭാഗത്തെ ദീർഘമായി വിശദീകരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. ആമേൻ. ഇവിടെ പറയുന്നുണ്ട്, സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിന് എന്ത് ചെയ്യുകയാണ്? ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. എന്താ കാര്യം? ഇവിടെ സൃഷ്ടി എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് ചോദ്യം ഇഷ്ടമല്ല എന്ന് ഞാൻ ഈ 5-ാം രാത്രിയിൽ അത് ഉറപ്പിക്കുകയാണ്. യശോദരൻ, ചോദ്യത്തോട് നിങ്ങൾ ചെറുതായിട്ടൊരു നിസ്സഹകരണം കാണിക്കുന്നുണ്ട്. ഇവിടെ പറയുന്ന സൃഷ്ടി എന്ന് പറയുന്നത് ഈ പ്രപഞ്ചം മുഴുവനുമാണ്. ആമേൻ.
നമുക്ക് ഈ ചുറ്റുപാട് കാണുന്ന ഈ ഭൂമിയും അതിലുള്ള സകല ചരാചരങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാ പറയുന്നത് സൃഷ്ടി. സൃഷ്ടി എന്ത് ചെയ്യുകയാണ്? ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ. ആരാ ദൈവപുത്രന്മാര്? നമ്മള്. നമ്മൾ ഇന്ന് രാത്രി ഈ വണ്ടി അവിടെ പാർക്ക് ചെയ്ത് ഇങ്ങോട്ട് വരുമ്പോഴും സൃഷ്ടി ഇങ്ങനെ നോക്കി നിൽക്കുക. സൂര്യചന്ദ്ര നക്ഷത്രങ്ങളും ചുറ്റുപാടുള്ള മരങ്ങളും ചെടികളും നമ്മൾ ചവിട്ടി വന്ന മണ്ണുമൊക്കെ നമ്മളെ ഇങ്ങനെ നോക്കുകയാണ്. കർത്താവേ, ഈ 5 രാത്രിയിലെങ്കിൽ ഒരു വെളിപ്പാട് കിട്ടുമോ? അങ്ങോട്ട് പോകാൻ ഒരുങ്ങുവോ? കാരണം നമ്മളൊന്ന് രൂപാന്തരപ്പെട്ടിട്ട് വേണം. ഇവയ്ക്ക് ഒരു മാറ്റം ഉണ്ട്. ആമേൻ, ഹല്ലേലൂയ. ഒരു വിധത്തിൽ നമ്മൾ മാനസാന്തരപ്പെടാൻ വൈകുന്നത് ഈ പ്രപഞ്ചത്തെ മുഴുവനും ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. വഴി ചെന്ന് വണ്ടി തന്നെ വീഴുമ്പോൾ പോരാട്ടമൊന്നും പറയണ്ട. ആ ഇൻസിഡൻറ്റ്, ആ ആക്സിഡൻറ്റ് നമ്മളെ ഉപദേശിക്കുക. എൻ്റെ കുഞ്ഞ്, നീ ഇപ്പോഴെങ്കിലും ആ ദൈവത്തിങ്കിലേക്കൊന്ന് നോക്ക്. തൊട്ടുമോളി പറഞ്ഞിട്ടുണ്ട്, നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ്സിനെ ഒന്ന് വിചാരിക്കാൻ നമ്മളെ പാകപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ആമേൻ. ശക്തിയോട് നിങ്ങൾക്കൊരു വളരെ അശക്തമായ കാര്യങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ നോക്കൂ, ഇവിടെ പറയുന്ന സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. എന്താ കാര്യം? ഈ സൃഷ്ടിയും നാമും ഈ പ്രപഞ്ചം മുഴുവനും നമ്മുടെ ശരീരമല്ല എന്ത് ചെയ്തിരിക്കുകയാണ്? മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. ദ്രവത്വത്തിന്റെ ദാസ്യത്വത്തിലായിരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മൾ ഇനി ഇതിനെ എത്ര പോഷിപ്പിച്ചാലും, ഇതിനെ എത്രയെല്ലാം എന്തെല്ലാം സംവിധാനങ്ങൾ ചെയ്ത് നാം ഇതിനെ കൊണ്ടു നടന്നാലും, ഇതിൻ്റെ മുകളിൽ വച്ചിരിക്കുന്ന ഏറ്റവും അടിസ്ഥാനപ്പെട്ട വ്യവസ്ഥയാണ് ഇത്. ദ്രവത്വത്തിൻ്റെ ദാസ്യത്വത്തിലാണ്. ഇത് മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ ആദ്യം പറഞ്ഞുകൊണ്ട് ഇത് ക്രമേണ അശക്തനാകുകയാണ്. അതിൻ്റെ അടയാളം കാണിച്ചുകൊണ്ടിരിക്കും. ആ അടയാളം കാണിക്കുന്നതിൽ നിങ്ങൾ വേദനപ്പെടാൻ പാടില്ല. കാരണം എന്താണ് ആത്മീയ ജീവിതം എന്നറിയാമോ? ഈ മണ്ണിലേക്ക് മടങ്ങാനുള്ള വ്യഗ്രത കാണിക്കുകയാണ്. മണ്ണ് തിരികെ ചേരാനും അകത്തുള്ള ആത്മാവാം ദൈവത്തിലേക്ക് മടങ്ങിപ്പോകാനുള്ള ആ വ്യഗ്രത. പലപ്പോഴും നമ്മൾ അതിങ്ങനെ പ്രാർത്ഥിച്ചഴിച്ചും ബത്സിച്ചും ശാസിച്ചും ഒക്കെ ആ യാത്രയെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹലോ, അകത്തെ ആത്മാവ്, അകത്ത മനുഷ്യൻ, ആമേൻ, ഉടയവന്റെ അടുക്കിലേക്ക് മടക്കയാത്രയ്ക്ക് വെമ്പൽ കൊള്ളുമ്പോൾ അതിനെ ഭത്സിച്ചു. നമുക്ക് മാത്രമുള്ള ഒരു രോഗമാണ് ഈ മരണഭയം. നമുക്ക് മാത്രമുള്ള ഉറപ്പാണ് മരണാനന്തര ജീവിതം. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. സഹകരിക്കുന്നവർക്കായി ഞാൻ സ്തോത്രം. ഈ ശരീരത്തെ പ്രതി നിങ്ങൾ തളരരുത്. ഇതിന്റെ ആശകൾ, ഇതിന്റെ ആഗ്രഹങ്ങൾ, ഇതിന്റെ അവസ്ഥകൾ, ഇതിന്റെ കഷ്ടങ്ങൾ, ഉയർച്ച താഴ്ചകൾ നിങ്ങളുടെ ആത്മമണ്ഡലങ്ങളെ ബാധിക്കാൻ പാടില്ല. ആമേൻ. ആ ഒരു കാഴ്ചപ്പാടിലേക്ക് വരണമെങ്കിൽ അകത്തെ മനുഷ്യൻ ബലം പ്രാപിച്ചേ മതിയാകുകയുള്ളൂ. ഈ ശരീരത്തെ നോക്കൂ, അതിന്റെ നാശത്തിന്റെ, ദ്രവത്വത്തിന്റെ അടയാളങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കും. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം 50-ാമത്തെ വാക്യം. 1 കൊരിന്ത്യർ ലേഖനം 15:50. സഹോദരന്മാരെ, ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയില്ല. ആമേൻ. ശ്രദ്ധിക്കേ സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുക കഴിയുകയില്ല. എന്നെ ശ്രദ്ധിക്കൂ. ഇവിടെ പറഞ്ഞ മാംസരക്തം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ബോഡി, നമ്മുടെ ഈ ശരീരം. ഈ ശരീരം ഇതുപോലെ എന്ത് ചെയ്യില്ല? ദൈവരാജ്യപ്രവേശനം ഈ ബോഡിക്കില്ല. ആണോ? പോവോ? ഇല്ല, ഇത് പോവില്ല. ഇത് വിടണമെന്നുള്ളതാണ് ഈ വ്യവസ്ഥ, അല്ലേ?
ഈ ശരീരം ഇതുപോലെ മുകളിലോട്ട് പോകില്ല. ഈ ശരീരത്തെ കുറിക്കുന്ന പ്രയോഗമാണ് അവിടെ പറഞ്ഞത്. ദ്രവത്വം ആ ദ്രവത്വത്തെ അവകാശമാക്കുകയില്ല. ഏതായാലും ഈ ശരീരം ഇതുപോലെ മുകളിലോട്ട് പോകില്ല എന്നിരിക്കെ 15-ാമത്തെ വാക്യത്തിന്റെ മർമ്മം മനസ്സിലാകണമെങ്കിൽ 50-ാമത്തെ ആ വാക്യത്തിന്റെ മർമ്മം മനസ്സിലാകണമെങ്കിൽ 19-ാമത്തെ വാക്യം കൂടെ ചേർന്ന് വായിക്കണം. അവിടെ പറയുന്നു, സഹോദരന്മാരെ, ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നു എങ്കിൽ നിങ്ങൾ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. എന്ന് വെച്ചാൽ ഈ ബോഡിയെ കുറിച്ചോ ഈ ആയുസ്സിനെ കുറിച്ചും അല്ലെങ്കിൽ ഈ ആയുസ് തീരുന്നോടം വരെയുള്ള കാര്യങ്ങൾക്കാണ് നിങ്ങൾ ക്രിസ്തുവിനെ പ്രത്യാശിക്കുന്നത്. രോഗം മാറാൻ, മുഴ മാറാൻ, മുടന്തം മാറാൻ, എങ്ങനെയും ഇവിടെ ഒന്ന് തുടരാനാണ് നിങ്ങൾ തത്രപ്പാടുപെടുന്നതെങ്കിൽ നിങ്ങൾ ഈ ആയുസ്സിലെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് യേശുവിനെ ആശ്രയിക്കുന്നെങ്കിൽ നിങ്ങളും ജാതികളും വ്യത്യാസമില്ലെന്ന്. ആമേൻ. ഇപ്പൊ നമ്മുടെയൊക്കെ കൂട്ടായ്മകളിലേക്ക് നോക്കുമ്പോൾ ചില കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. ചിലപ്പോൾ തോന്നാറുണ്ട്, ശ്രദ്ധിക്കൂ, ചിലപ്പോൾ തോന്നാറുണ്ട്, ആമേൻ, നമ്മളൊക്കെ മുൻപായിരുന്ന ജാതീയ പശ്ചാത്തലത്തിന്റെ ഒരുതരം പെന്തക്കോസ്ത് വേർഷനാണ് ജീവിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മളൊക്കെ മുമ്പായിരുന്ന ഒരു ജാതീയ സമ്പ്രദായത്തിന്റെ പെന്തക്കോസ്ത് വേർഷൻ. എന്തിനാ കുരിശും തൊട്ടി പോയത്? എന്തിനാ നേർച്ചയിട്ട്? എന്തിനാ പള്ളിയിൽ പോയത്? എന്തിനാ ഉരുണ്ട? എന്തിനാ നടന്നേ? വാസ്തവത്തിൽ ആ സമ്മതി ഏറിയൊന്നും മാറിയതല്ലേ ഉള്ളൂ. ഐറ്റങ്ങളൊക്കെ പഴയത് തന്നെയല്ലേ. അവിടെ എന്തിനാ കരഞ്ഞേ? അതേ കാര്യത്തിനല്ലേ ഇവിടെയും കരയുന്നേ. ഹലോ, സ്വതന്ത്രം. അവിടെ നമ്മൾ എന്തിനാ നോയമ്പെടുത്തേ? ഇവിടെ എന്തിനാ എടുക്കുന്ന പലർക്കും അറിയത്തുമില്ല. നമ്മൾ അവിടെ എന്തിനു നേർച്ചയിട്ടെ? പക്ഷെ അവിടെ നേർച്ചയിടുന്ന അതേ മനോഭാവത്തിൽ ഇവിടെ സ്വത്രാഴ്ച ഇടരുത്. ചിലരെ ഈ ജീവിതം ശരിയല്ലെങ്കിലും സ്വത്രാഴ്ച മുടക്കുകയില്ല, ദശാംശം മുടക്കുകയില്ല. കാരണം ദശാംശം മുടക്കിയ ദൈവം ശമ്പളത്തെ പിടിക്കുന്നൊരു പേടിയുണ്ട്. ഉഴപ്പൻ ജീവിതമാണെങ്കിലും കറക്റ്റ്. നാട്ടിലൊക്കെ കണ്ടിട്ടില്ലേ, പിന്മാറ്റത്തിലാണെങ്കിൽ അവൻ ഒരു മാസികമൊക്കെ സ്പോൺസർ ചെയ്ത് കളയും. കാരണം ശമ്പളത്തെ പിടിക്കുന്നൊരു പേടിയുണ്ട്. സ്വത്രം ദൈവമക്കളെ, ചിലർ ഈ ഭക്തി വിദേശ രാജ്യത്ത് വന്നിട്ടും ഇത്രയൊക്കെ ഉന്നതത്തിലും ഈ ഭക്തിയിൽ ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ കാരണം ഇതും കൂടെ വിട്ട എല്ലാം ഈ പൈസയെ പിടിക്കും എന്നുള്ള പേടിയിലാണ്. കാരണം ദൂത് കേട്ടും വെളിപ്പാട് പറഞ്ഞും പ്രവചനം കേട്ടൊക്കെയാണ് ഇവിടം വരെ എത്തിയത്. അന്ന് അവിടെ കരഞ്ഞതിൻ്റെ പകുതി ഒരു ഇപ്പോൾ ഇവിടെ കരയാൻ പറ്റുന്നില്ലെന്നുള്ളതാണ്. സ്വതന്ത്രം. നമ്മളൊക്കെ ജീവിച്ചിരുന്ന ജ്വാതീയ പശ്ചാത്തലത്തിന് ഒരു തരം പെന്തക്കോസ് വേഷം ജീവിച്ചിട്ട് അവിടെ എന്തിനു കരഞ്ഞു അതിനുവേണ്ടി തന്നെ ഇവിടെയും കരയും. അവിടെ എന്തിനു പ്രാർത്ഥിച്ചു അത് തന്നെ ഇവിടെ. അവിടെ എന്തിനു നേർച്ചിട്ട്? ദൈവമക്കളെ, ആ കാഴ്ചപ്പാടിന് അങ്ങനെയാണ് നിങ്ങൾ ആത്മീയ ജീവിതം നയിക്കുന്നെങ്കിൽ നിങ്ങൾ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. ബംഗാളി ഭാഷയിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾ ഹതഭാഗ്യനാണെന്നാണ്. നമ്മളും അവരും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും. ആമേൻ. പക്ഷെ നമ്മളെ വ്യത്യാസപ്പെടുത്തുന്നത് ഈ തിരിച്ചറിവാണ്. ഞാൻ എത്രയൊക്കെ ഇതിനെ പോഷിപ്പിച്ചാലും ഇത് വിട്ട് ഞാൻ പറക്കുന്നൊരു നിമിഷമുണ്ട്. ഇതിന്റെ ദ്രവത്വം അംഗീകരിക്കുന്ന എത്ര പേരുണ്ട്? ഈ ബോഡിയുടെ ദ്രവത്വം. ഓരോ കേക്ക് മുറിക്കുന്ന ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് പറഞ്ഞ് കേക്ക് മുറിച്ച് നമ്മൾ എൻജോയ് ചെയ്യുന്നത്, അമ്മേ ഞാൻ ഒരു വർഷവും കൂടെ എൻ്റെ മരണത്തിലേക്ക് അടുത്തു എന്നതിൻ്റെ തെളിവാണ്. ഹല്ലേലൂയ. ആയുസ് തന്നതിന് നന്ദി എന്നല്ല, ഒരു മണിക്കൂറും കൂടെ നീ മരണത്തിലേക്ക് അടുത്തു. ബോഡി ദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. മുടി കൊഴിയുമ്പോൾ വിഷമിക്കരുത്. അതതിൻ്റെ ദ്രവത്വം, അതിൻ്റെ അടയാളം കാണിച്ചുകൊണ്ടിരിക്കും. അത് വിഗ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. ബോഡി അതിൻ്റെ തെളിവ് കാണിച്ചുകൊണ്ടേയിരിക്കും. പല്ല് പൊഴിയുമ്പോൾ, മുടി നരയ്ക്കുമ്പോൾ, അമ്മൻ പഴയതുപോലെ കാലുകൾ ചലിക്കാതെ വരുമ്പോൾ, പോരാട്ടവും വെല്ലുവിളിയല്ല, ഇത് മടങ്ങാനുള്ള തത്രപ്പാട് കാണിക്കുമ്പോൾ, രക്തത്താൽ മുദ്ര വെച്ച് തിരിച്ചതിനെ കെട്ടിയിടാൻ നോക്കാതെ അതിൻ്റെ അകത്തുനിന്ന് പറന്നുയരാനുള്ള ആത്മീയ കാഴ്ചപ്പാടിലേക്ക് നമുക്കൊന്ന് മടങ്ങി വരാം.
രോഗസൗഖ്യം പ്രാർത്ഥിക്കരുതെന്നല്ല കേട്ടോ. ഞാൻ അതിന് വ്യക്തമായ കാര്യങ്ങൾ താഴേക്ക് പറഞ്ഞു വരുന്നുണ്ട്. രോഗസൗഖ്യത്തെ ആഗ്രഹിക്കുന്ന അതെല്ലാം ദൈവം അതാത് സമയങ്ങളിൽ നമുക്ക് തന്നുകൊണ്ടിരിക്കും. പക്ഷേ അതൊന്നും നമ്മുടെ ലക്ഷ്യമല്ല. ആമേൻ. വിടുതലുകൾ നമ്മുടെ ലക്ഷ്യമല്ല. നമ്മുടെ ലക്ഷ്യം ആ നിത്യ ജീവനാണ്. നിങ്ങൾ ഈ ശരീരത്തെ പ്രതി തളരരുത്. നിങ്ങൾ ഈ ഇവിടുത്തെ പണത്തെ പ്രതി, ഈ രോഗത്തെ പ്രതി, ഈ ശരീരത്തിന്റെ അവസ്ഥകളെ പ്രതി അമിതമായി നിങ്ങളുടെ കണ്ണുകൾ നിറയരുത്. നിങ്ങളുടെ ഹൃദയം വേദനപ്പെടാൻ പാടില്ല. കർത്താവ് പറഞ്ഞല്ലോ, ആമേൻ, നിങ്ങൾ നാളേക്കായി വിചാരപ്പെടരുത്. എന്തു തിന്നും, എന്തു കൊടുക്കും, എന്ത് കഴിക്കും, എന്ത് കുടിക്കും എന്നൊന്നും ഓർത്ത് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിനായും നിങ്ങളുടെ ജീവനായും നിങ്ങൾ വിചാരപ്പെടരുത്. അർത്ഥം ചിന്തിക്കരുതെന്നോ, ജോലി ചെയ്യരുതെന്നോ, സാലറി വാങ്ങിക്കരുതെന്നോ, പ്രമോഷൻ നേടരുതെന്നോ, അധ്വാനിക്കരുതെന്നോ എന്നുമല്ല. അമിത ഭാരം പേറാൻ പാടില്ല. ആശങ്കകൾ വഹിക്കാൻ പാടില്ല. വിചാരപ്പെടരുതെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ അതിൻ്റെ അർത്ഥം കരുതാൻ അവൻ ശക്തനാണെന്നാണ്. എന്നുവരെ നമ്മൾ ഈ വഴിയിലുണ്ടോ അതിൻ്റെ ആവശ്യമുള്ളത് കൃത്യസമയങ്ങളിൽ, കൃത്യ വഴികളിൽ കരുതി നടത്താൻ അവൻ ശക്തനാണ്. ഹല്ലേലൂയ. ചേർന്നൊരു ആമേൻ പറഞ്ഞാട്ടെ. ഇതിന്റെ അടയാളങ്ങൾ, നാശത്തിന്റെ അടയാളങ്ങൾ കാണിച്ചു കൊണ്ടിരിക്കുമ്പോൾ പിശാച് എന്താ ചെയ്യുന്നറിയാം? ഞാൻ ആ ഭാഗമാണ് ഇന്ന് രാത്രി പ്രധാനമായി പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോകുന്നത്. പിശാച് ഈ ബലഹീന ശരീരത്തിലെ ചെറിയ ക്ലേശങ്ങളെ നമുക്കെതിരെയുള്ള വലിയ ആയുധങ്ങൾ തീർത്തുകൊണ്ടിരിക്കുകയാണ്. ആയുധങ്ങളാക്കിക്കൊണ്ട് നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുമ്പോൾ ഇന്ന് രാത്രി കേവലം ഒരു സൗഖ്യമല്ല, നമ്മുടെ അവസ്ഥകളെ ഉപയോഗിക്കുന്ന, നമ്മുടെ സാഹചര്യങ്ങളെ ഉപയോഗിക്കുന്ന പിശാചിന്റെ തന്ത്രങ്ങളുടെ മേലുള്ള ഒരാത്മജയമാണ് ഇന്ന് രാത്രി ദൈവമക്കൾ പ്രാപിക്കേണ്ടുന്നത്. നിങ്ങൾ ഈ ബോഡിയെ പ്രതി ആശങ്കപ്പെടരുത്. ആമേൻ പറയാമോ? രോഗമുള്ള ശരീരമാണോ? അതിനെ പ്രതി നിങ്ങൾ അമിതഭാരം പെടരുത്. നമുക്ക് ദുഃഖം ഉണ്ടാകാം, പക്ഷെ തുടരാൻ വ്യവസ്ഥയില്ല. ഹലോ, കണ്ണ് നിറയാം, പക്ഷെ കരഞ്ഞോണ്ടിരിക്കാൻ വ്യവസ്ഥയില്ല. ഒരു വിശുദ്ധൻ എത്ര നേരം കരയാം? ഞാൻ പിന്നെ അറിയാതെ ചോദ്യം ചോദിക്കുകയാണ്. ഒരു വിശുദ്ധൻ എത്ര നേരം കരയാം? നമ്മൾ എന്തിനാ ഇത്രയും കരയെന്നറിയോ? മറ്റേ പാട്ട് കിടക്കുകയല്ലേ, തുരുത്തി നിറയുമ്പോൾ. നമ്മൾ ഈ കരയും തുരുത്തി നിറയ്ക്കാൻ വേണ്ടിയാ. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത്, എൻ്റെ കൂട്ടുകാരൻ എഴുതിയ പാട്ട് എന്തായാലും പറയാതിരിക്കാൻ പറ്റില്ല. അളന്നെടുത്ത്. ഇപ്പം നമ്മൾ ഈ കരയുന്നത് ആ തുരുത്തി ഒന്ന് നിറഞ്ഞാലേ അല്ല, തുരുത്തി നിറയും വരെ ഒന്നും കരയേണ്ട കാര്യമില്ല. കർത്താവ് കാണുന്ന ഏത് കണ്ണുനീരാണെന്നറിയാമോ? ആ ഇൻസിഡൻറ്റിൽ ഉണ്ടാകും, നിങ്ങൾ ആ വേദനയുടെ ആ പ്രധാന സമയത്തുണ്ടാകുന്ന ആ ഒരു തുള്ളി കണ്ണുനീരുണ്ടല്ലോ. നമ്മൾ അവൻ്റെ തുരുത്തി നിറയ്ക്കാൻ വേണ്ടി ഒന്നും കരയണ്ട. നിങ്ങളുടെ ആദ്യത്തെ കണ്ണുനീര് അവിടെ എത്തി എന്നൊരു ബോധ്യമാണ് ഉണ്ടാകുന്നത്. നമ്മൾ മനുഷ്യരാണേ, നമ്മൾ ജഡശരീരത്തിൽ ഇരിക്കുകയാണ്. അതുകൊണ്ട് ജഡം വീണ്ടെടുക്കപ്പെട്ടിട്ടില്ലാത്തതുകൊണ്ട് ഇത് കരയും, ഇത് ഭയപ്പെടും, ഇത് നിരാശമാകും. ഈ ദുഃഖത്തെ ഇത് പലപ്പോഴും പ്രതിരോധിക്കാൻ ഇതിന് തളർച്ചയുണ്ടാകും. പക്ഷേ കരഞ്ഞോണ്ടിരിക്കും. സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നുണ്ട്, ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. എന്താ കാര്യം? ഭയം ഉണ്ടായി. ഞാനൊരു മനുഷ്യനാണ്, പക്ഷെ ഞാൻ ആ ഭയത്തെ നേരിട്ടത് ഒരു മനുഷ്യൻ എന്ന നിലയിലല്ല, ഭക്തൻ എന്ന നിലയിലാണ്. ഞാൻ നിന്നിൽ ആശ്രയിക്കും. നിരാശ ഉണ്ടാകാമെന്നേ, വേദന ഉണ്ടാകാം, പക്ഷേ അതിൻ്റെ വികാരങ്ങൾ തുടരാൻ അനുവാദമില്ല. എൻ്റെ ഒഴുകി തുടങ്ങിയ ഒരു തുള്ളി കണ്ണുനീര് എൻ്റെ അപ്പൻ്റെ സന്നിധിയിൽ എത്തി എന്ന് ബോധ്യം ഉണ്ടെങ്കിൽ പിന്നെ അതേ പ്രതിയുള്ള ആശങ്ക മാറ്റേ. ഹല്ലേലൂയ. പിശാച് എന്നാ ചെയ്യുന്നറിയോ? പിശാചേ, എൻ്റെ പ്രാർത്ഥന അവിടെ എത്തി എന്നുള്ള ധൈര്യമാണ് നമ്മളിൽ നിന്ന് എടുത്തു കളഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പറയാം, കരഞ്ഞോ, നീ കരഞ്ഞോ,
21 കരഞ്ഞു. ഈ 21 കഴിഞ്ഞിട്ടും അതേ വിഷയത്തിന് കരഞ്ഞു. നമ്മളിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കില്ല കേട്ടോ ദൈവമക്കളെ. നിങ്ങൾ യെശയ്യാ 65:24 ഇങ്ങനെ പറയുന്നുണ്ട്, അവർ വിളിക്കുന്നതിന് മുമ്പേ ഞാൻ ഉത്തരമരുളും, നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ അതിനെ കേൾക്കും. നിങ്ങൾ മുഴങ്കാൽ മടക്കുമ്പോഴേ നിന്റെ അപ്പൻ ആ പ്രാർത്ഥന അറിയുന്നുണ്ട്. അച്ചായ നിങ്ങളുടെ കണ്ണുനീരാ ദൈവം അറിയുന്നുണ്ട്. ദൈവദാസി പ്രിയ മാതാവേ, നിങ്ങളുടെ വേദനകൾ അവൻ്റെ അടുക്കൽ എത്തുന്നുണ്ട്. ഇന്ന് രാത്രി ഈ ബോഡിയെ പ്രതി വേദനപ്പെടരുതെന്ന് പറയുമ്പോൾ ഇതിനെ കരുതാനും ഇതിനെ നയിക്കാനും ഇതിനാവശ്യമുള്ളത് നൽകിത്തരാനും പരമാധികാരമുള്ള കർത്താവിൻ്റെ മുമ്പിലാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. ആ ദൈവത്തെയാണ് സേവിക്കുന്നത്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ചില രോഗങ്ങളിൽ നിന്ന് കണ്ണ് മാറ്റണം, ശരീരത്തിലെ ചില കഷ്ടങ്ങളിൽ നിന്ന് കണ്ണ് മാറ്റണം, ചില പ്രതിസന്ധികളിൽ നിന്ന് കണ്ണ് മാറ്റണം. ഒരു ബാങ്കിൽ ഒരു ലോണിന് എത്ര പ്രാവശ്യം അപേക്ഷ വെക്കും? ഒരു ബാങ്കിൽ ഒരു ലോണിന് എത്ര തവണ അപേക്ഷ വെക്കേണ്ടി വരും? ഒറ്റ അപേക്ഷ അല്ലേ? നല്ല ബാങ്കാണെങ്കിൽ ഒരു വലിയൊരു ഫോം, ആ ഫോം എന്തെല്ലാം ആവശ്യപ്പെട്ടോ അത് കൃത്യമായി രേഖപ്പെടുത്തി അതിനോട് ചേർത്ത് വെച്ച ഒറ്റ അപേക്ഷ. പിന്നെ പിറ്റേ ദിവസം മുതൽ നമ്മൾ വെയിറ്റിങ്ങിലാണ്. ഞങ്ങളുടെ നാട്ടിൽ പറയാറുണ്ട്, അറ്റ്ലീസ്റ്റ് ബാങ്ക് മാനേജറോട് കാണിക്കുന്ന മര്യാദയെങ്കിലും ദൈവസന്നിധി കാണിക്കണ്ടേ? തന്നേ മതിയാകൂ, മാനിച്ചേ മതിയാകൂ, ഉയർത്തി മതിയാകൂ എന്നൊന്നും വാശി പിടിക്കാൻ അനുവാദമില്ല. അപ്പൻ്റെ സന്നിധിയിൽ എത്തിയെന്നുള്ള ആദ്യ പ്രാർത്ഥനയിൽ തന്നെ എൻ്റെ കണ്ണുനീര് അവിടെ എത്തിയെന്നുള്ള ധൈര്യം ഉണ്ടെങ്കിൽ പിന്നെ ആദ്യത്തെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഏത് വേദനയോടെ മുഴങ്കാൽ മുടക്കിയോ ആ വേദന മാറിയിട്ട് രണ്ടാം തവണ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ ധൈര്യത്തോടു കൂടെ വേണം ഇരിക്കാൻ. ആമേൻ പറഞ്ഞാട്ടെ. പക്ഷെ പിശാചി ധൈര്യം എടുത്തു കളഞ്ഞിട്ട് പിന്നെ നമ്മളെ പലരുടെയും പുറകെ ദൈവത്തിൽ നിന്ന് കണ്ണുമാറ്റി മനുഷ്യൻ്റെ പുറകെ ഓടുന്നവരാക്കി മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി പറയാം, ദൈവമക്കളെ, ദ്രവിച്ചു കൊണ്ടിരിക്കുന്ന ഇതിനെ പ്രതി ആശങ്കപ്പെടാൻ നമുക്ക് അനുവാദമില്ല. ചില ഹൃദയങ്ങളിൽ നിന്ന് ചില ഭയങ്ങളെ ഇന്ന് രാത്രി ദൈവാത്മാവ് എടുത്തു മാറ്റുകയാണ്. ചില ആശങ്കകൾ ദൈവാത്മാവ് എടുത്തു മാറ്റുകയാണ്. എത്ര പ്രാർത്ഥിച്ചിട്ടും മറുപടി ഇല്ലല്ലോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇന്ന് രാത്രി ദൈവാത്മാവ് എടുത്തു മാറ്റുകയാണ്. ഹല്ലേലൂയ. നിന്റെ ആവശ്യങ്ങളുടെ മേൽ കൃത്യസമയത്ത് കരുതാൻ അധികാരമുള്ള ഒരു ദൈവത്തെയാണ് സേവിക്കുന്നത്. മറന്നു പോകരുത്. നമ്മൾ കണക്ക് കൂട്ടിയതുകൊണ്ടോ നമ്മൾ ഈ വലിയ ഐഡിയ ദൈവസന്നിധി കൊടുത്തുകൊണ്ടൊന്നും അല്ല ദൈവം നടത്തുന്നത്. നിങ്ങൾ പോലും അറിയാതെ നടത്തുന്നൊരു ദൈവമുണ്ട്. ആരും അറിയാത്ത കണ്ണുനീരുകൾ കാണുന്നൊരു ദൈവമുണ്ട്. ആരും അറിയാത്ത വേദനകൾ അറിയുന്നൊരു ദൈവമുണ്ട്. ശരാധന റബന്ധനാദിയ. ഇന്ന് രാത്രി മനസ്സിലാക്ക്, ഈ ശരീരത്തെ പ്രതി നിങ്ങൾ തളരാൻ പാടില്ല. ഇതിൻ്റെ വേദനകളെ പ്രതി, ഇതിൻ്റെ ദ്രവത്വത്തിൻ്റെ അടയാളത്തെ പ്രതി, ഇത് നൽകിത്തരുന്ന നഷ്ടങ്ങളെ പ്രതി നിങ്ങൾ അമിതഭാരം പേറാൻ പാടില്ല. എൻ്റെ പ്രാർത്ഥന, എൻ്റെ ദുഃഖങ്ങൾ എൻ്റെ ദൈവസന്നിധിയിലെത്തി എന്നുള്ള ആ ഉറപ്പ് ഇന്ന് രാത്രി ഏറ്റെടുക്കട്ടെ. എല്ലാവരും വായികൾ തുറന്ന് ദൈവത്തെ ഒരു സ്തുതിച്ചാട്ടെ. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിലൊന്ന് അടച്ചാട്ടെ. ഇന്ന് രാത്രി നിങ്ങൾ ആമേൻ മനുഷ്യന്റെ മുമ്പിലല്ല, ഈ ലോകത്തിന്റെ പ്രഭുവിന്റെ മുൻപിലല്ല, സർവശക്തനായ ദൈവത്തിന് മുൻപിലാണ്. വിചാരപ്പെട്ട ആയുസിനെ നീട്ടാൻ പറ്റില്ല. വിചാരപ്പെട്ട ആയുസിനെ നീട്ടാൻ പറ്റില്ല. നിങ്ങൾ അമിതഭാരം പേറിയാൽ ആയുസിനെ ദീർഘമാക്കാൻ പറ്റില്ല. ശ്രദ്ധിച്ചേ, നിങ്ങളുടെ വീട്, നിങ്ങളുടെ റൂം, നിങ്ങളുടെ സിറ്റ് ഔട്ട്, നിങ്ങളുടെ ബെഡ്റൂം, നിങ്ങളുടെ കിച്ചൺ, ഒരു ദിവസം അവിടെ എത്ര സ്റ്റെപ്പ് വെച്ചു എന്ന് നിങ്ങൾക്കറിയാമോ? അറിയാമോ? വർഷങ്ങളായി നിങ്ങൾ താമസിക്കുന്ന മുറി, ഇന്ന് രാവിലെ എഴുന്നേറ്റടുത്ത 2 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ എത്ര സ്റ്റെപ്പ് വെച്ചു എന്ന് നിങ്ങൾക്കറിയാമോ? ഇല്ല. പക്ഷെ നിന്റെ ചുവടുകളൊക്കെയും എണ്ണുന്നൊരു ദൈവം. നമ്മളൊരു രാവിലെ എഴുന്നേറ്റ് ഒരു 1 മണിക്കൂറിനുള്ളിൽ 2 മണിക്കൂറിനുള്ളിൽ എത്ര വട്ടം ഇരുന്നു എഴുന്നേറ്റു എന്നതിന്റെ കണക്ക് നിങ്ങളുടെ കയ്യിലുണ്ടോ? പക്ഷെ നീ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അറിയുന്നൊരു കർത്താവ്. ഉഴൽച്ചകളെ എണ്ണുന്നവനെന്നാ നമ്മുടെ ദൈവത്തെ കുറിച്ച് പറയുന്നത്, അല്ലേ? എന്താ ഉഴൽച്ചകൾ? നമ്മൾ തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ട് സ്വസ്ഥത കിട്ടാതെയുള്ള ആ ഒരു മനസ്സലയുന്ന ഒരു അനുഭവം ഉണ്ടല്ലോ. ചില പ്രശ്നങ്ങളൊക്കെ നിമിത്തം
തിരിഞ്ഞും മറിഞ്ഞും ആമേൻ അതിലെ കണക്ക് നമുക്കറിയില്ല. പക്ഷെ നിന്റെ ഉഴൽച്ചകളെ എണ്ണുന്നൊരു കർത്താവ്. നിങ്ങൾക്ക് എത്ര വിരലുണ്ടെന്ന് ചോദിച്ചാൽ പറയും, എത്ര കൈ ഉണ്ടെന്ന് ചോദിച്ചാൽ പറയും, എത്ര കണ്ണുണ്ടെന്ന് ചോദിച്ചാൽ പറയും. പക്ഷെ നിങ്ങളുടെ തലയിൽ എത്ര മുടിയുണ്ടെന്ന് ചോദിച്ചാൽ, പക്ഷെ നമ്മുടെ തലയിലെ മുടി വരെയും എണ്ണി തിട്ടപ്പെടുത്തിയൊരു നല്ല കർത്താവ് നമുക്കുള്ളപ്പോൾ ആൽബാന ഹർധന എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ചാണ്. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ചാണ്. ഇന്ന് രാത്രി കർത്താവ് തന്റെ ജനത്തെ തൊടുകയാണ്. ഈ ശരീരത്തെ പ്രതി നിങ്ങൾ തളരാൻ പാടില്ല. ചില രോഗങ്ങളുടെ മേലുള്ള നിങ്ങളുടെ ആ കണ്ണുകൾ മാറ്റ്. അത് യേശുവിനോട് പറ. കർത്താവ് എന്ത് തീരുമാനമെടുത്താലും, അത് തന്നാലും ഇല്ലേലും അതിൽ ആശങ്കപ്പെടരുത്. എൻ്റെ വേദന അവിടെ എത്തി എന്നുള്ള ധൈര്യമുണ്ടാകുകയും, അതിൽ ദൈവം എന്ത് നടപടിയെടുത്താലും അതിൽ ആശങ്കപ്പെടാതെ, ആമേൻ, അതിൽ ആവേശം കൊള്ളാതെ ദൈവത്തിന്റെ തീരുമാനങ്ങളെ സ്വീകരിക്കാൻ. നിങ്ങൾ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. ആകുല ചിന്തപ്പെടാൻ പാടില്ല. അമിത ഭാരങ്ങളൊക്കെ മാറട്ടെ. ചില സംശയ വിചാരങ്ങളൊക്കെ ഇന്ന് രാത്രി ഹൃദയത്തിൽ നിന്ന് മാറട്ടെ. ചില ഭയങ്ങൾ ഇന്ന് രാത്രി അഴിഞ്ഞു മാറട്ടെ. എല്ലാവരും വായ്കൾ തുറന്ന് ദൈവത്തെ സ്തുതിച്ചു തുടങ്ങാം. പലതിനെ ചൊല്ലിയുള്ള ഭയങ്ങൾ ആമേൻ ദൈവജനത്തിന്റെ ഹൃദയത്തിൽ നിന്ന് അഴിഞ്ഞു മാറട്ടെ. പലപ്പോഴും ഈ ബോഡി ഡിപ്പെൻഡഡ് ആയിട്ട്, ഈ ശരീരത്തെയും അതുമായി ബന്ധമുള്ളതിനെ ആശ്രയിച്ചുകൊണ്ട് അതിന് കീഴ്പ്പെട്ടവരായി നമ്മുടെ ജീവിതം നയിക്കേണ്ടതിന് പിശാച് നമ്മുടെ ഈ ശരീരത്തിന്റെ ബലഹീനതകളെ നമുക്ക് മുമ്പിൽ വലുതാക്കി കാണിക്കുമ്പോൾ അതിനെ തിരിച്ചറിയുന്നൊരു വെളിപ്പാടിലേക്ക്, അതിനെ തിരിച്ചറിയുന്നൊരു കാഴ്ചപ്പാടിലേക്ക്, അതിനെ തിരിച്ചറിയുന്നൊരു ആത്മീയ ഉറപ്പിലേക്ക് ഇന്ന് രാത്രി നമ്മൾ മടങ്ങി വരട്ടെ. യേശുവിന്റെ നാമത്തിൽ നിരാശകൾ മാറട്ടെ. ചില ഭയങ്ങൾ മാറട്ടെ. വേണ്ടവണ്ണം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ കഴിയാതെ ചില കഷ്ടങ്ങളിൽ അടിമയായി, ചില ക്ലേശങ്ങളിൽ അടിമയായി, ചില രോഗങ്ങൾക്ക് അടിമയായി മാറുമ്പോൾ ഇന്ന് രാത്രി അതിനെ ജയിക്കുന്ന ഒരു ആത്മീയ കാഴ്ചപ്പാട് പരിശുദ്ധാത്മാവ് ജനത്തെ തൊടുകയാണ്. നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ മനസ്സിനെയും തളർത്തിക്കളഞ്ഞ് ആത്മതലങ്ങളെ ശോഷിപ്പിക്കാൻ ശ്രമിക്കുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ ഇന്ന് രാത്രി ഇവിടെ അഴിഞ്ഞു മാറട്ടെ. ദൈവമക്കൾ വായ്കൾ തുറന്ന് ആ ആശങ്കകൾ മാറി ഒന്ന് ബലം പ്രാപിക്കത്തക്കവണ്ണം ആ പണത്തെ പ്രതി അധികം കരയേണ്ടതില്ല. ആ ഭൗതിക വിഷയത്തെ പ്രതി അധികം വേദനിക്കേണ്ടതില്ല. അത് എത്തേണ്ടടുത്ത് എത്തിയെന്ന് ബോധ്യമുണ്ടെങ്കിൽ അതിലെ ആശങ്ക മാറ്റേ. പരിശുദ്ധന്റെ കരം ജനത്തെ തൊടുകയാണ്. തലമുറകളെ ചൊല്ലിയുള്ള ഭാരങ്ങളൊക്കെ ഇന്ന് രാത്രി അഴിഞ്ഞു മാറട്ടെ. ഈ ശരീരത്തെ പ്രതി നിങ്ങൾ തളരരുത്. ഇതിന്റെ വേദനയെ പ്രതി നിങ്ങൾ ഉടയരുത്. ചില രോഗങ്ങളെ ജയിക്കുന്ന ഒരു അഭിഷേകം, രോഗങ്ങളെ ജയിക്കുന്ന ഒരു ആത്മീയ കാഴ്ചപ്പാട് ഇന്ന് രാത്രി ജനത്തിന്റെ മേലത് വെളിപ്പെടട്ടെ. ദൈവാത്മാവ് ജനത്തെ തൊടുകയാണ്. ഉടയാന റബധന ആൽധന റബ ശാന്തര റബധന യാതര. ആത്മീയനെ ഭൗതികം കൊണ്ട് എതിർക്കാൻ നോക്കുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ ഇന്ന് രാത്രി അത് ഉടഞ്ഞു മാറണം. ദ്രവത്വമുള്ള ശരീരത്തെ പ്രതി ആശങ്കകൾ വഹിച്ച്, അമിത ദുഃഖങ്ങൾ വഹിച്ച്
വീണ്ടും തളർന്ന് താഴ്ചയിലേക്ക് പോകാനല്ല, അതിനെ ജയിക്കുന്ന ഒരു ആത്മീയ അധികാരത്തോടെ പുറത്തു വരാൻ ഇന്ന് രാത്രി ഒരു നിമിഷം എല്ലാവർക്കും അതാണ് സ്ഥാനങ്ങൾ എഴുന്നേറ്റ് നിൽക്കുക. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ച് ആത്മബലത്തോടെ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങാമല്ലോ. നിങ്ങളെ പണിയുന്ന ഒരു അധികാരം ഇന്ന് രാത്രി അത് വ്യാപരിക്കുകയാണ്. എല്ലാ കണ്ണുകളും അടച്ച് എല്ലാ കരങ്ങളും ചേർത്തടിച്ച് ഒരുമിച്ച് നമുക്ക് ദൈവത്തെ സ്തുതിക്കാമല്ലോ.